ഇന്നലെ നമ്മൾ കുറച്ച് ലോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതിന് കുറച്ച് എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്ന 1-2 ലോവും കൂടെ പറ്റുവാണെങ്കിൽ പഠിച്ചു നോക്കുക. അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞ പിന്നെ ഫോർമുലാസ് മാത്രം ലോ മാത്രം പഠിച്ചാൽ മതി. ഇത് അധികം വരുന്നതാണ്. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ പഠിക്കണ്ടു. നമുക്ക് കിട്ടൂല എന്ന് തോന്നുവാണെങ്കിൽ സ്കിപ്പ് ചെയ്യണം. പക്ഷെ നമ്മൾ പറയാണ്ട് പോകുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്കൊന്ന് പറഞ്ഞിട്ട് പോവാം. അതിനകത്ത് വരുന്നതാണ് ഇംപ്ലിക്കേഷൻ ലോ. ഇംപ്ലിക്കേഷൻ ലോ ഇംപ്ലിക്കേഷൻ ലോ എന്ന് പറയുന്നത് എന്താ? P by Q equivalent to negation of P union Q അല്ലെ ഇംപ്ലിക്കേഷൻ ലോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇതിന്റെ ട്രൂത്ത് ടേബിൾ എല്ലാം നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. P by Q എന്നുള്ളത് നെഗേഷൻ ഓഫ് P യൂണിയൻ Q. അപ്പൊ അതാണ് ഇംപ്ലിക്കേഷൻ ലോന്റെ അകത്ത് വരുന്നത്. ഇത് നമുക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലേ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതായതുകൊണ്ട്. പക്ഷെ ഇനിയും അങ്ങോട്ടുള്ളത് ചിലപ്പോൾ അത്ര അങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ സോൾവ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. കോൺട്രാ പോസിറ്റീവ് ലോ. കോൺട്രാ പോസിറ്റീവ് ലോ. P by Q equivalent to negation of Q. Contrapositive law. P by Q equivalent to negation of Q by negation of P. അപ്പൊ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചു. ആ സമയത്ത് ഞാൻ പറയുന്ന സമയത്ത് അടുത്തത് ബൈ കണ്ടീഷണൽ ലോ. By conditional law. By conditional law. P by condition Q equivalent to P intersection Q union negation of P intersection negation of Q. P by condition Q equivalent to P intersection Q union negation of P intersection negation of Q. അത് ബൈ കണ്ടീഷണൽ ലോന്റെ അകത്താണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇക്വലൻസ് ലോ. ഇക്വലൻസ് ലോ. ഇക്വലൻസ് P by condition Q equivalent to P by Q intersection Q by P. Equivalence law എന്താ പറയുന്നത്? P by condition Q equivalent to P by Q conjunction അല്ലെ intersection Q by P എന്നാണ് ഇക്വലൻസ് ലോണ്ടാകത്ത് വരുന്നത്. ഇങ്ങനെ 2 ലോവും കൂടിയുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിക്കാൻ പറ്റുവാണെങ്കിലേ പഠിക്കണ്ടു. കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അവസാനം എല്ലാം കൂടെ പഠിച്ചിട്ട്. പക്ഷെ ഇന്നലെ നമ്മൾ പറഞ്ഞ ലോ അതെന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതൊക്കെ എക്സ്റ്റൻഷൻ വരുന്നതാണ്, നമുക്ക് പിന്നെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അബ്സ്ട്രാക്ഷൻ ലോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് അബ്സ്ട്രാക്ഷൻ ലോ. P യൂണിയൻ P intersection Q equivalent to P and P intersection P union Q equivalent to P. P union P intersection Q equivalent to P and P intersection P union Q equivalent to P. ഇത് നമുക്ക് ജസ്റ്റ് വേഗം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തിട്ട് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം കിട്ടുന്നതാണ്. അപ്പം ഇതൊന്നും അങ്ങനെ അതൊന്നും ബൈ ഹാർട്ട് പഠിക്കണം എന്നില്ല. നമുക്ക് അഥവാ ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുന്ന സമയത്ത് ഫോർമുലേന്റെ അകത്ത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? P യൂണിയൻ P ഇന്റർസെക്ഷൻ P യൂണിയൻ Q അല്ലേ, അങ്ങനെ വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പറഞ്ഞത്. നെക്സ്റ്റ് അബ്സർഡിറ്റി ലോ ആണ്. അബ്സർഡിറ്റി ലോ പറയുന്നത് എന്താ? P by Q intersection P by negation Q equivalent to negation P. P by Q intersection P by negation Q equivalent to negation P. അബ്സർഡിറ്റി ലോ ആണ് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ലോന്റെ അകത്ത് പറയാനുള്ളത്. അതിനകത്ത് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇന്നലെ അതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ലോ എത്തിയപ്പോൾ സ്റ്റോപ്പ് ചെയ്തത് അതായിരുന്നു. ഇന്നലെ
പറഞ്ഞത് ബേസിക് ലോസ് ആണ്. അത് എന്തായാലും പഠിക്കണം. അതിന്റെ പേരടക്കം നമ്മൾ പഠിക്കണം. ചിലപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ലോ തന്നിട്ട് ഇതെന്താണ് ഐഡംപൊട്ടന്റ് ആണോ, അല്ലെങ്കിൽ ഐഡന്റിറ്റി ആണോ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ആണോ, കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നുള്ളത് ചിലപ്പോൾ ചോദിച്ചു വരും. അതിനകത്ത് നമുക്ക് അന്നേരം എടുത്ത് എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പേരും അതുപോലെ തന്നെ ആ ഇക്വേഷനും നമുക്ക് ഫുള്ളി ബൈ ഹാർട്ട് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഇന്നലത്തെ ബേസിക് ലോസ് ആരും ഒഴിവാക്കാൻ പാടില്ല. ഇന്നത്തേത് നിങ്ങൾക്ക് ഇന്ന് നമ്മൾ പറഞ്ഞ 3-4 ഉള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ അതിനകത്ത് പി ബൈ ക്യൂ അല്ല നെഗേഷൻ പി യൂണിയൻ ക്യൂ നമ്മൾ അന്ന് ടോട്ടോളജി അല്ല ട്രൂത്ത് ടേബിള് നമ്മൾ പറയുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ സാധാരണ കോമൺലി യൂസ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ളതാണ് പറഞ്ഞത്. നമുക്ക് ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. അല്ലാണ്ട് നമ്മൾ ലോ മാത്രം പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്നുള്ളത് അത്ര കിട്ടണമെന്നില്ല. അപ്പൊ നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ തന്നെ തുടങ്ങാം. പ്രൂവ് ദാറ്റ് negation of P union, negation of P intersection Q and negation of P intersection negation Q are logically equivalent. Logically equivalent. Logically equivalent. അതായത് negation of P union ബ്രാക്കറ്റിനകത്ത് negation P intersection Q ഒരു ബ്രാക്കറ്റ് മുഴുവനല്ലേ ഇത്, ആൻഡ് നെഗേഷൻ പി ഇന്റർസെക്ഷൻ നെഗേഷൻ ക്യൂ ആർ ലോജിക്കലി ഇക്വലന്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അതായത് ഇത് രണ്ടും ഇക്വലന്റ് ആണെന്നാണ് നമുക്ക് തെളിയിക്കണം. അതിന്റെ LHS നമുക്ക് എടുത്തു നോക്കാം. നെഗേഷൻ ഓഫ് പി യൂണിയൻ നെഗേഷൻ ഓഫ് പി ഇന്റർസെക്ഷൻ ക്യൂ അല്ലെ. ഇതാണ് നമ്മുടെ LHS വരാം. ഇത് രണ്ടും ഇക്വലന്റ് ആണെന്ന് നമുക്ക് തെളിയിക്കണം അല്ലെ. നെഗേഷൻ ഓഫ് പി യൂണിയൻ എഴുതി തെറ്റിപ്പോയിട്ടല്ല, നെഗേഷൻ ഓഫ് പി യൂണിയൻ നെഗേഷൻ പി ഇന്റർസെക്ഷൻ ക്യൂ അല്ലെ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് എഴുതുന്ന സമയത്ത് നെഗേഷൻ ഓഫ് പി യൂണിയൻ നെഗേഷൻ പി ഇന്റർസെക്ഷൻ പി യൂണിയൻ ക്യൂ. എഴുതിക്കൂടെ? നമ്മൾ ഏത് ലോ അപ്ലൈ ചെയ്തിട്ടുള്ളത്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അല്ലെ. പി യൂണിയൻ നെഗേഷൻ പി ഇന്റർസെക്ഷൻ ക്യൂ എന്നുള്ളത് എങ്ങനെയാ? എന്താ? പി യൂണിയൻ നെഗേഷൻ പി ഇന്റർസെക്ഷൻ പി യൂണിയൻ ക്യൂ. അതായത് ഇതിനകത്ത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തു. അപ്പൊ നമ്മൾ സാധാരണ മറ്റേ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാമിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് അപ്ലൈ ചെയ്യുന്നതൊക്കെ എഴുതേണ്ടി വരും അല്ലേ. അപ്പൊ നിങ്ങൾ നോട്ടിൽ എഴുതുന്ന സമയത്ത് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെന്നൊക്കെ എഴുതിക്കോ. പക്ഷെ എക്സാമിന് നമുക്ക് അതൊന്നും വേണ്ട അല്ലെ. നമ്മളിപ്പോ ചെയ്ത് നോക്കുന്നതൊന്നും അവരവിടെ ചെക്ക് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാം. പി യൂണിയൻ നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ എന്താ? പി യൂണിയൻ നെഗേഷൻ പി നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണത്? ടോട്ടോളജി ആണല്ലേ. ട്രൂ ആണ് വരിക. ബിക്കോസ് പിയുടെ നെഗേഷൻ ആണ് ഇവിടെ വരിക. അതായത് ട്രൂ ആണ് വന്നിട്ടുണ്ടെങ്കിൽ ട്രൂ യൂണിയൻ ഫാൾസ് വരും. ഫാൾസ് ആ വന്നിട്ടുണ്ടെങ്കിൽ ഫാൾസ് യൂണിയൻ ട്രൂ വരും. അപ്പൊ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയിട്ടുണ്ടാവും. പിയും നെഗേഷൻ പിയും വരുന്നുണ്ട്. അപ്പം യൂണിയന്റെ കേസിൽ നമുക്കറിയാം ഈ എനി വൺ ഓഫ് ദ ഇൻപുട്ട് ഈസ് ട്രൂ ദ ഔട്ട്പുട്ട് ഈസ് ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ പിയും നെഗേഷൻ പിയും യൂണിയൻ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ഏതെങ്കിലും ഒന്ന് ട്രൂ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രൂ ആണ്. നെക്സ്റ്റ് ഇന്റർസെക്ഷൻ പി യൂണിയൻ ക്യൂ അല്ലെ. പി യൂണിയൻ ക്യൂ നമുക്കറിയാം ട്രൂ ഇന്റർസെക്ഷൻ, അതായത് ട്രൂ ഇന്റർസെക്ഷൻ പി യൂണിയൻ ക്യൂ. അതായത് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട് ടി ഇന്റർസെക്ഷൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ പിക്കാണ് പ്രാധാന്യം. ബിക്കോസ് നമ്മള് ഇന്റർസെക്ഷൻ നമ്മൾ അതിന് കൺജങ്ഷൻ കൊടുക്കുന്ന സമയത്ത് എല്ലാ ഇൻപുട്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ട്രൂ ആവുള്ളൂ. അപ്പൊ ഇവിടെ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് തെളിയിക്കുന്നത് ഏത് കാരണമാണ്? പി കാരണമാണ്. അപ്പൊ അങ്ങനെ ഒരു ലോ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് ടി ഇന്റർസെക്ഷൻ പി ഈക്വൽ ടു പി എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ടി ഇന്റർസെക്ഷൻ പി യൂണിയൻ ക്യൂ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? പി യൂണിയൻ ക്യൂ എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും അല്ലെ. ഈ സെയിം ഇക്വേഷൻ വെച്ചിട്ട് പി യൂണിയൻ ക്യൂ. നെഗേഷൻ ഓഫ് പി യൂണിയൻ ക്യൂ നമ്മൾ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? നെഗേഷൻ ഓഫ് പി ഇന്റർസെക്ഷൻ നെഗേഷൻ ഓഫ് ക്യൂ. നെഗേഷൻ ഓഫ് പി യൂണിയൻ മാറി ഇന്റർസെക്ഷൻ ആയി. ക്യൂ ഉള്ളത് നെഗേഷൻ ക്യൂ. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്തേ? ബ്രാക്കറ്റിനകത്തുള്ളതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തു. പിന്നെ നമ്മൾ ട്രൂ ഇന്റർസെക്ഷൻ പി എന്നുള്ള ഇക്വേഷൻ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്തു. ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നെഗേഷൻ പി ഇന്റർസെക്ഷൻ നെഗേഷൻ ക്യൂ അല്ലെ. നെഗേഷൻ ഓഫ് പി യൂണിയൻ ക്യൂ ഈക്വൽ ടു നെഗേഷൻ ഓഫ് പി
ഇന്റർസെക്ഷൻ നെഗേഷൻ ഓഫ് Q. അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് തന്നെയാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ഇത് രണ്ടും ഇക്വലന്റ് ആണെന്ന് നമുക്ക് തെളിയിക്കാനുള്ളത്. അപ്പൊ രണ്ടെണ്ണം ഇക്വലന്റ് ആണോ നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏതാണോ കുറച്ച് വലുത് തോന്നുന്നത് അത് നമ്മൾ സോൾവ് ചെയ്തിട്ട് മറ്റേതിലേക്ക് എത്തിക്കുക. എന്തായാലും എത്തും അത് ഇക്വലന്റ് ആണെങ്കിൽ, അല്ലെ പിന്നെ എത്തില്ല. അപ്പൊ എന്ത് ചെയ്യാം? സമാധാനമായിട്ട് ഇരുന്നിട്ട്, അതായത് വെപ്രാളൊന്നും കൂട്ടാൻ പാടില്ല. വെപ്രാളം കൂട്ടിയിട്ട് നമ്മൾ ഇവിടെ ട്രൂ ഇന്റർസെക്ഷൻ എല്ലാം കാണുന്ന സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും എഴുതിപ്പോയിട്ട് നമ്മൾ ഇവിടെ സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്നതൊക്കെ തെറ്റും. അപ്പൊ സോൾവ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യുക. എന്തെങ്കിലും ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആണ് അത് മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ ആ കുറെ സ്റ്റെപ്പ് ചെയ്തതൊക്കെ വെറുതെ ആവും. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ട് തെറ്റാണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതിനകത്ത് ഒന്നും തെറ്റാനില്ല. നമ്മള് അശ്രദ്ധ കാരണം ചിലപ്പോൾ തെറ്റിയാലേ ഉള്ളൂ, അല്ലെ? ബാക്കിയെല്ലാം നമ്മൾ ലോ അങ്ങനെ തന്നെ കൊടുക്കല്ലേ ചെയ്യുന്നത്. അപ്പൊ അവിടെ അത് വേറെ ഒന്നും വരാനൊന്നുമില്ല. പിന്നെ അടുത്തത് ഷോ ദാറ്റ് P intersection Q P union Q. P intersection Q by P union Q is tautology. ടോട്ടോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ് ടോട്ടോളജി? നമ്മൾ കൊടുക്കുന്നതിനൊക്കെ നമ്മൾ ട്രൂ ആണ് ഔട്ട്പുട്ട് വരുന്നതെങ്കിൽ, അല്ലെ? ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത് ട്രൂ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ടോട്ടോളജി എന്ന് പറയും. എല്ലാം ഫോൾസ് ആണെങ്കിൽ കോൺട്രഡിക്ഷൻ എന്ന് പറയും, അല്ലെ? അപ്പൊ നമ്മളിപ്പോ ഇന്നലെ ടോട്ടോളജി, കോൺട്രഡിക്ഷൻ, കണ്ടിജൻസി, അതുപോലെ തന്നെ സാറ്റിസ്ഫയബിൾ, അൺസാറ്റിസ്ഫയബിൾ എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നോക്കണം. അപ്പൊ മുന്നത്തെ ക്ലാസ് കാണാണ്ട് ഇത് കാണാൻ പാടില്ല, എന്തായാലും ചിലപ്പോൾ നല്ല കൺഫ്യൂഷൻ തോന്നും നമുക്ക്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടോളജി ആണോ നമുക്ക് തെളിയിക്കാൻ പറ്റുമോ നോക്കാം. P intersection Q യൂണിയൻ P യൂണിയൻ Q, അല്ലെ? P by Q എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? P by Q എങ്ങനെ എന്താ? നെഗേഷൻ P യൂണിയൻ Q എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ P ഇതും P യൂണിയൻ Q, അല്ല P intersection Q, Qന് നമുക്ക് P യൂണിയൻ Q, അല്ലെ? ഇതേ ഫോമിലാണ് ഇപ്പൊ ഇതുള്ളത്. അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? നെഗേഷൻ ഓഫ് P intersection Q യൂണിയൻ P യൂണിയൻ Q, അല്ലെ? ഞാൻ എഴുതുന്നത് തെറ്റിപ്പോകുന്നുണ്ടോ നോക്കണേ. അപ്പൊ ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും ഈ ഇക്വേഷൻ വെച്ചിട്ട്, അല്ലെ? ഇംപ്ലിക്കേഷൻ ലോ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇനി ഇതിനകത്ത് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഡിമോർഗൻസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഇതിനകത്ത് നമ്മൾ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? നെഗേഷൻ ഓഫ് P ഇന്റർസെക്ഷൻ നെഗേഷൻ ഓഫ് Q കിട്ടും, അല്ലെ? നെഗേഷൻ ഓഫ് P ഇന്റർസെക്ഷൻ നെഗേഷൻ ഓഫ് Q കിട്ടും. യൂണിയൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് യൂണിയൻ P യൂണിയൻ Q. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ആ ബ്രാക്കറ്റിന്റെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അങ്ങ് കൊടുത്തു. അപ്പൊ ഇതിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനകത്തൊക്കെ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഇതിന് നമുക്ക് മാറ്റിയിട്ട് നെഗേഷൻ ഓഫ് P യൂണിയൻ P യൂണിയൻ P, അല്ലെ? നെഗേഷൻ ഓഫ് P യൂണിയൻ P, സോറി, ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ യൂണിയൻ അല്ലേ വരിക? നെഗേഷൻ ഓഫ് P യൂണിയൻ നെഗേഷൻ ഓഫ് Q മാറിപ്പോയ ഇന്റർസെക്ഷൻ ഇട്ടുപോയി. നെഗേഷൻ ഓഫ് P യൂണിയൻ P യൂണിയൻ നെഗേഷൻ ഓഫ് Q യൂണിയൻ Q. അതിനൊന്നും നമ്മൾ ഓർഡർ മാറ്റി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, ഓർഡർ ഒന്ന് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നെഗേഷൻ ഓഫ് P യൂണിയൻ P എന്നുള്ളത് നമുക്ക് എന്താ അറിയാം? നെഗേഷൻ ഓഫ് P യൂണിയൻ P എന്നുള്ളത് നമുക്ക് എന്താ അറിയാം? യൂണിയൻ വരുന്ന സമയത്ത് പിയും നെഗേഷൻ പിയും യൂണിയൻ വരുന്ന സമയത്ത് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ബിക്കോസ് P എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ നെഗേഷൻ P ഫോൾസ് ആയിരിക്കും. അപ്പൊ ട്രൂ യൂണിയൻ ഫോൾസ് എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. അല്ല, പിയുടെ വാല്യൂ ഫോൾസ് ആണെങ്കിൽ ഫോൾസ് യൂണിയൻ ട്രൂ എന്ന് വരുന്ന സമയത്തും ഒന്ന് ട്രൂ ഉണ്ട്, അപ്പൊ ഔട്ട്പുട്ട് ട്രൂ തന്നെ ആയിരിക്കും. അതായത് ട്രൂ യൂണിയൻ ഫാൾസ് എന്ന് പറയുന്നത് ട്രൂ ആണ്, അതുപോലെ തന്നെ ഫാൾസ് യൂണിയൻ ട്രൂ എന്ന് പറയുന്നതും ട്രൂ ആണ്. അതായത് രണ്ടും ട്രൂ ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ട്രൂ എന്ന് എഴുതാം. യൂണിയൻ ട്രൂ, അല്ലെ? ട്രൂ യൂണിയൻ ട്രൂ എന്ന് പറയുന്നത് എന്താ? രണ്ടും ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും, അല്ലെ? അതായത് ഈ all the inputs are 1, the output, sorry, all the inputs are true അല്ലെങ്കിൽ 1,
then the output is true. അല്ലെ ഏതിന്റെ കേസില് യൂണിയന്റെ കേസിൽ ഡിസ്ജങ്ഷന്റെ കേസിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ തന്നെ നമുക്ക് അവിടെ ട്രൂ ആണെന്ന് നമുക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റും. കൺജങ്ഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് വേണ്ടൂ എല്ലാ ഇൻപുട്ടും ട്രൂ ആണെന്ന് നമുക്ക് വേണ്ടി വരുള്ളൂ. അപ്പൊ ഇതിനകത്ത് യൂണിയന്റെ കേസിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് ട്രൂ ആണ് നമുക്ക് അന്നേരം തന്നെ വേണ്ടി പറയാൻ വേണ്ടി പറ്റും. ഇത് പറഞ്ഞതുപോലെ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ട്രൂ കിട്ടി. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ടോട്ടോളജി അല്ലെ. എന്താ പറഞ്ഞത്? ടോട്ടോളജി. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നോക്കണേ. രണ്ടാമത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. കിട്ടാണ്ടൊന്നും നിൽക്കൂല നിങ്ങൾക്ക്, എല്ലാവർക്കും കിട്ടും. പക്ഷെങ്കിൽ അതിനൊന്ന് മെനക്കെടാനുള്ള നമ്മളൊരു സമയം അതിന് കൊടുക്കണം, അത്രയേ വേണ്ടൂ. അടുത്ത നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം. മൂന്നാമത്തേത് P condition Q condition are equivalent to P intersection Q by R. P condition Q condition are equivalent to P intersection Q condition R. അപ്പൊ ഇത് നമ്മൾ പ്രൂവ് ചെയ്യാ വേണ്ടേ? പ്രൂവ് ദാറ്റ് ആണ്. പ്രൂവ് ദാറ്റ് ഒന്നും നമ്മളോട് ചോദിക്കൂല. അതിന്റെ ആൻസർ കുറെ ABCD തന്നിട്ടുണ്ടാവും. അത് ആണെന്നൊന്നും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അല്ലെങ്കിൽ ട്രൂ ആണ്, ഒന്ന് രണ്ടെണ്ണം തന്നിട്ട് ബോത്ത് ആർ ട്രൂ അല്ലെ, രണ്ടും കറക്റ്റ് ആണ്, രണ്ടും കറക്റ്റ് അല്ല, A കറക്റ്റ് ആണ്, B കറക്റ്റ് ആണ്, അങ്ങനെയുള്ള 4 ആൻസർ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ NTന്റെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ വരുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടാവും. അപ്പൊ നമുക്കിത് ട്രൂ ആണോ അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആണോ ഇക്വലന്റ് ആണോ നമുക്ക് തെളിയിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. LHS എഴുതാം നമുക്ക്. P കണ്ടീഷൻ Q കണ്ടീഷൻ R അല്ലെ. അത് നമുക്ക് എങ്ങനെ എഴുതാം? P ഇംപ്ലിക്കേഷൻ ലോ പ്രകാരം നമുക്ക് നെഗേഷൻ ഓഫ് P യൂണിയൻ Q എന്ന് എഴുതാൻ വേണ്ടി പറ്റൂലേ. അത് പ്രകാരം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? നെഗേഷൻ ഓഫ് P യൂണിയൻ Q കണ്ടീഷൻ R എന്ന് എഴുതാൻ വേണ്ടി പറ്റും. എഗെയിൻ നമുക്ക് നെഗേഷൻ ഓഫ് P യൂണിയൻ എഗെയിൻ ഇംപ്ലിക്കേഷൻ ലോ കൊടുത്തു കഴിഞ്ഞാൽ നെഗേഷൻ Q യൂണിയൻ R എന്ന് കിട്ടും അല്ലെ. നെഗേഷൻ Q യൂണിയൻ R എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം? ഒന്ന് ഞാൻ മാറ്റി എഴുതുന്നു. നെഗേഷൻ ഓഫ് P യൂണിയൻ നെഗേഷൻ ഓഫ് Q യൂണിയൻ R നമ്മൾ കൊടുക്കുന്നു. ഇതിന് ഞാനൊന്ന് ബ്രാക്കറ്റ് ഇടുന്നു. ഇതിനകത്ത് നമ്മൾ ഡിമോർഗൻസ് ലോ നമ്മൾ തിരിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? നെഗേഷൻ ഓഫ് P ഇന്റർസെക്ഷൻ Q എന്ന് എഴുതിക്കൂടെ? ഡിമോർഗൻസ് ലോ ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഈ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുന്നു. അതായത് നെഗേഷൻ ഓഫ് P ഇന്റർസെക്ഷൻ Q എന്ന് പറഞ്ഞാൽ എന്താ? നെഗേഷൻ ഓഫ് P യൂണിയൻ നെഗേഷൻ ഓഫ് Q. അതാണ് നമുക്ക് ഇവിടെ ഉള്ളത് അല്ലെ. ആ ഡിമോർഗൻസ് ലോ വെച്ച് ഞാൻ ഇങ്ങനെ എഴുതുന്നു. യൂണിയൻ R. ഇതിന് നമുക്ക് എന്ത് എഴുതാം? നെഗേഷൻ ഓഫ് P യൂണിയൻ Q ഉള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? P by Q. അപ്പൊ നെഗേഷൻ ഓഫ് ദിസ് ടേം ആണ് അല്ലെ. നെഗേഷൻ ഓഫ് ദിസ് ടേം യൂണിയൻ R ആണുള്ളത്. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാം? P ഇന്റർസെക്ഷൻ Q കണ്ടീഷൻ R അല്ലെ. P ഇന്റർസെക്ഷൻ Q by R. ഇംപ്ലിക്കേഷൻ ലോ നമ്മൾ ഇതിനകത്ത് തിരിച്ചിട്ട് അപ്ലൈ ചെയ്യുന്നു. P ഇന്റർസെക്ഷൻ Q by R എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? നെഗേഷൻ ഓഫ് P ഇന്റർസെക്ഷൻ Q യൂണിയൻ R. അതാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അത് നമ്മൾ തിരിച്ചു കൊടുത്തു. ഓക്കെ, അന്നേരം നമുക്ക് എന്ത് തന്നെ കിട്ടി? നമുക്ക് എന്താണോ തെളിയിക്കേണ്ടത് അത് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബോത്ത് ആർ ഈക്വലന്റ് അല്ലെ. അതായത് LHS ഉം RHS എന്ന് പറയുന്നത് ഇവിടെ ഈക്വലന്റ് ആണെന്ന് നമുക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ക്ലിയറായി പോകുന്നില്ല എന്ന് വിചാരിക്കുന്നത്. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ട് എന്ന് കരുതുന്നു. പിന്നെ ലോ പഠിക്കണം. ലോ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് വേണ്ട സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ടൈമിൽ നമ്മൾ ഇന്ന സ്ഥലത്ത് ഇന്നതാണ് ലോ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് അറിയില്ല എങ്കിൽ, നമുക്ക് ഡിമോർഗൻസ് ലോ ഓർമ്മയില്ല, അതുപോലെ തന്നെ ഇംപ്ലിക്കേഷൻ ലോ ഒന്നും ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ആ ലോ എങ്കിലും ബൈ ഹാർട്ട് മനപ്പാടാക്കി വെക്കണം. എന്നാൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് എടുത്തെടുത്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അഥവാ നിങ്ങൾക്ക് അങ്ങനെ എക്സാമിന് പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഓർമ്മിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇതെല്ലാം പഠിച്ചിട്ട് നമുക്ക് ഉണ്ടാവും അല്ലെ. ആ ചോദിക്കുന്ന സമയത്താണ് നമുക്ക് ഓർമ്മയില്ലാണ്ട് ഇപ്പൊ. അപ്പൊ പോയിട്ട് നമ്മൾ എന്തായാലും 1 മണിക്കൂർ അവിടെ വെറുതെ ഇങ്ങനെ കാറ്റും കൊണ്ട് ഇരിക്കേണ്ടി വരും. AC എല്ലാം നോക്കിയിട്ട്.
സിസ്റ്റം ഓൺ ആവൂല, ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ആ പേപ്പർ അവർ ആദ്യമേ തരും അല്ലെ. ആ പേപ്പർ തരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഫോർമുലാസ് എല്ലാം ആദ്യമേ നമ്മൾ എഴുതി വെക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ആ എക്സാമിന്റെ ആ ക്വസ്റ്റ്യൻ എത്തുന്ന സമയത്ത് നമുക്ക് ഓർത്തെടുത്തിട്ട് ചെയ്യേണ്ടി വരില്ല. നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതിയാവുമല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കാം. ഞാൻ അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നല്ല പറഞ്ഞത്, പക്ഷെ അത് ഒരു തരത്തിൽ അത് കുറെ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടെൻഷനോട് കൂടി നമ്മൾ എന്തെങ്കിലും ആലോചിക്കുന്ന സമയത്ത് നമുക്കത് കിട്ടിയില്ല എന്ന് വരും. പക്ഷെ നമ്മൾ പോയപാട് നമുക്ക് വലിയ ടെൻഷൻ ഒന്നുമില്ല അല്ലെ. നമ്മൾ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്ക് വലിയ ടെൻഷൻ ഒന്നുമില്ല, നമുക്ക് കിട്ടൂല എന്നുള്ള ടെൻഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും കുറച്ച്. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഓർമ്മിക്കാൻ പറ്റാത്ത കുറെ പിന്നെ ക്വസ്റ്റ്യൻ, അതായത് ഫോർമുല എല്ലാം എഴുതി വെക്കാം. എനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ നമ്മളൊരു ഷാനൻ തിയർ അല്ലേ, ആ വരുന്ന സമയത്ത് എനിക്ക് എപ്പോഴും മറന്നു. ആ S/N ഒക്കെ വരുന്ന സമയത്ത് ഇത് into 100 എന്നെല്ലാം വരുന്നത്, അത് ഞാൻ എന്ത് ചെയ്യാം, പോയപാട് എഴുതി വെക്കുക. ബിക്കോസ് അല്ലെങ്കിൽ കുറെ സമയം കഴിഞ്ഞിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യന്റെ സമയത്ത് എത്തുമ്പോഴത്തേക്ക് നമുക്കത് കിട്ടൂല. മേലെയാണോ എസ് താഴെയാണോ എസ് എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം. ഈ അടുത്തൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഈ കണ്ടീഷൻ Q intersection R condition Q equivalent to P union R condition Q. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. നമുക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റുമോ നോക്കാം അല്ലെ. P condition Q intersection R condition Q, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും നമുക്ക് നോക്കാം. ഇതിനെ നമ്മൾ മാറ്റിയിട്ട് എഴുതുവാണെങ്കിൽ പി കണ്ടീഷൻ ക്യൂനെ നമുക്ക് എങ്ങനെ എഴുതാം, നെഗേഷൻ പി യൂണിയൻ ക്യൂ എന്ന് എഴുതാലോ അല്ലെ. ഇംപ്ലിക്കേഷൻ കൊടുത്തു. ഇനി ഇന്റർസെക്ഷൻ നെഗേഷൻ ആർ യൂണിയൻ ക്യൂ, നെഗേഷൻ ആർ യൂണിയൻ ക്യൂ അല്ലെ. നമ്മള് ഇംപ്ലിക്കേഷൻ ലോ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനെ നമ്മളൊന്ന് തിരിച്ചെഴുതുന്നു. അതായത് ക്യൂ യൂണിയൻ നെഗേഷൻ പി എന്ന് എഴുതുന്നു. അതുപോലെ തന്നെ ഇവിടെ ക്യൂ യൂണിയൻ നെഗേഷൻ ആർ എന്ന് എഴുതുന്നു. ക്യൂ യൂണിയൻ നെഗേഷൻ പി ഇന്റർസെക്ഷൻ ക്യൂ യൂണിയൻ നെഗേഷൻ പി, ക്യൂ യൂണിയൻ നെഗേഷൻ ആർ അല്ലെ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറ്റി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അവിടെ നമ്മൾ തന്നിരിക്കുന്നുണ്ട്, അതിന് ഞാൻ എന്താ ചെയ്യുന്നത്, ക്യൂനെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. നമുക്ക് ക്യൂ യൂണിയൻ നെഗേഷൻ പി ഇന്റർസെക്ഷൻ നെഗേഷൻ ആർ എന്ന് എഴുതി കൂടെ. ക്യൂനെ രണ്ട് ടേമിനകത്തും ക്യൂ ഉണ്ട്, ആ ക്യൂനെ ഞാൻ അങ്ങ് പുറത്തെടുത്തു. ഇത് ചെയ്ത് കഴിഞ്ഞാലും മറ്റേ തന്നെ കിട്ടും അല്ലെ. ക്യൂ യൂണിയൻ നെഗേഷൻ പി ഇന്റർസെക്ഷൻ ക്യൂ യൂണിയൻ നെഗേഷൻ ആർ, അത് തന്നെയാണ്. അതായത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവിലോ നമ്മൾ തിരിച്ചിട്ട് അപ്ലൈ ചെയ്യുന്നു അല്ലെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ബൈ ഹാർട്ട് ആയിരിക്കണം, നമ്മൾ അതിനകത്തുള്ള ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, ക്യൂ യൂണിയൻ നെഗേഷൻ പി ഇന്റർസെക്ഷൻ നെഗേഷൻ ക്യൂ എന്നില്ലേ നമുക്ക് ഡിമോർഗൻസ് ലോ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം, പി യു നെഗേഷൻ ഓഫ് പി യൂണിയൻ ആർ എഴുതി കൂടെ. നെഗേഷൻ ഓഫ് പി യൂണിയൻ ആർ എഴുതുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇത് ഞാനൊന്ന് ഓർഡർ മാറ്റിയത്, അതായത് നെഗേഷൻ ഓഫ് പി ഇന്റർസെക്ഷൻ നെഗേഷൻ ഓഫ് ആർ എന്നുള്ളതിന് ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെഗേഷൻ ഓഫ് പി യൂണിയൻ ആർ, അതായത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുക, നെഗേഷൻ പി ഇന്റർസെക്ഷൻ നെഗേഷൻ ആർ സെയിം തന്നെ, തിരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇതിന്റെ ഓർഡർ ഞാനൊന്ന് ചേഞ്ച് ചെയ്യുന്നു, പി യൂണിയൻ ആർ യൂണിയൻ ക്യൂ. അപ്പൊ ഇംപ്ലിക്കേഷൻ ലോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇംപ്ലിക്കേഷൻ ലോ തിരിച്ച് അപ്ലൈ ചെയ്യുന്നത്, അതായത് പി ബൈ ക്യൂവിന് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കും, നെഗേഷൻ പി യൂണിയൻ ക്യൂ എഴുതി കൂടെ. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. തിരിച്ചെഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും, പി യൂണിയൻ ആർ അല്ലെ കണ്ടീഷൻ ക്യൂ, പി യൂണിയൻ ആർ കണ്ടീഷൻ ക്യൂ. ഇതിനെ നമ്മൾ തിരിച്ചെഴുതുന്നു, ഇംപ്ലിക്കേഷൻ ലോ തിരിച്ച് അപ്ലൈ ചെയ്യുന്നു. സെയിം തന്നെ, രണ്ടും എന്താണ് വരുന്നത്, ഇക്വലന്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ചില സമയത്ത് നമുക്ക് LHS നമ്മൾ RHS മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ RHS LHS. അതായത് പി ബൈ ക്യൂ തന്നിട്ടുണ്ടെങ്കിൽ നെഗേഷൻ പി യൂണിയൻ ക്യൂ എഴുതേണ്ടി വരും, അല്ല നെഗേഷൻ പി യൂണിയൻ ക്യൂ എന്നുള്ള ഫോമില ചിലപ്പോൾ നമ്മൾ തിരിച്ചിട്ട് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പൊ അത് ഏതായി കഴിഞ്ഞാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല, നമ്മൾ അങ്ങനെ ആ കൺസെപ്റ്റ് ക്ലിയർ ആണ് എങ്കിൽ. ഓക്കെ, ഇത്ര വരെ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
നെക്സ്റ്റ് വരുന്നത് which of the following is അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് which of the following is not a tautology അല്ലെ ഏതാണ് ഇതിനകത്ത് ടോട്ടോളജി അല്ലാത്തതെന്നാണ് ചോദിക്കുന്നത് എ പി യൂണിയൻ ക്യൂ കണ്ടീഷൻ പി ബി പി കണ്ടീഷൻ P union Q, C negation P intersection P union Q condition Q, D P intersection P condition Q. അല്ലെ ഇതാണ് തന്നിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും സോൾവ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെയാണ് സോൾവ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം നമുക്ക് ഉള്ളത്. അതായത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതായത് ഇതിനകത്ത് ഏതാണ് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടോളജി അല്ലാണ്ട് കിട്ടുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ഇത് നോക്കാം. നമുക്ക് പി യൂണിയൻ ക്യൂ കണ്ടീഷൻ ടീന്റെ അകത്ത് എങ്ങനെ വരും? പി യൂണിയൻ ക്യൂ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? കണ്ടീഷൻ ഇംപ്ലിക്കേഷൻ ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെഗേഷൻ ഓഫ് പി യൂണിയൻ ക്യൂ യൂണിയൻ പി വരും. അതിനകത്ത് നമ്മൾ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? നെഗേഷൻ ഓഫ് പി ഇന്റർസെക്ഷൻ നെഗേഷൻ ക്യൂ യൂണിയൻ പി വരും അല്ലെ? നെഗേഷൻ ഓഫ് പി ഇന്റർസെക്ഷൻ നെഗേഷൻ ഓഫ് ക്യൂ യൂണിയൻ പി എന്ന് നമുക്ക് കിട്ടും. അതിനകത്ത് നമ്മള് നെഗേഷൻ ഓഫ് പി യൂണിയൻ പി ഇന്റർസെക്ഷൻ നെഗേഷൻ ഓഫ് ക്യൂ യൂണിയൻ പി. അതായത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവിലോ നമ്മളൊന്ന് തിരിച്ചൊന്ന് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് ഇതിനകത്ത് എന്താ വരുന്നേ? ഇതിനകത്ത് നെഗേഷൻ ഓഫ് പി യൂണിയൻ പി എന്നുള്ളത് നമുക്ക് ട്രൂ കിട്ടും. ഇന്റർസെക്ഷൻ നെഗേഷൻ ഓഫ് ക്യൂ യൂണിയൻ പി കിട്ടും അല്ലെ? അതായത് ട്രൂ ഇന്റർസെക്ഷൻ പി യൂണിയൻ നെഗേഷൻ ക്യൂ ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഇന്റർസെക്ഷൻ വരുന്നതുകൊണ്ട് നമുക്ക് ഒരെണ്ണം ട്രൂ ആണെങ്കിൽ പിന്നെ ഔട്ട്പുട്ട് ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഈ ഇന്റർസെക്ഷന് പകരം ഇവിടെ യൂണിയൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരെണ്ണം ട്രൂ ഉള്ളത് കൊണ്ട് നമുക്ക് ട്രൂ ആണെന്ന് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് ഇത് ട്രൂ ആണ് ടോട്ടോളജി ആണോ എന്ന് നമുക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അല്ലെ? ഇത് നമുക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ടോട്ടോളജി ആണോ എന്ന്. അപ്പൊ ഇതാണ് ആൻസർ വരിക. നോട്ട് എ ടോട്ടോളജി എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അത് നമുക്ക് ഇതിനകത്ത് നമുക്ക് എന്തായാലും ടോട്ടോളജി ആണോ എന്ന് നമുക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ അതാണ് ആൻസർ വരുന്നത്, നോട്ട് എ ടോട്ടോളജി എന്നുള്ളതിനകത്ത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ ഇനിയിപ്പോ അടുത്ത ഒരെണ്ണം നമുക്ക് വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം. എങ്ങനെ വരും? പി യൂണിയൻ ക്യൂ നെഗേഷൻ ഓഫ് പി യൂണിയൻ ക്യൂ വരും അല്ലെ? എങ്ങനെ നമുക്ക് ബ്രാക്കറ്റ് ഒഴിവാക്കാം അല്ലെ? രണ്ട് യൂണിയൻ ആയതുകൊണ്ട് നെഗേഷൻ പി യൂണിയൻ ക്യൂ എന്ന് എഴുതി കൂടെ അല്ലെ? അത് എഴുതുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇതിനകത്ത് നെഗേഷൻ പി യൂണിയൻ പി എന്നുള്ളത് എന്ത് വരും? ട്രൂ യൂണിയൻ ക്യൂ എന്നുള്ളത് നമുക്ക് എന്തറിയാം? ട്രൂ ആണെന്ന് അറിയാം. ബിക്കോസ് ട്രൂ യൂണിയൻ പി എന്നുള്ളത് നമുക്ക് ട്രൂ ആണെന്ന് നമ്മളത് ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ട്രൂ യൂണിയൻ ക്യൂ എന്നുള്ളത് നമുക്ക് ട്രൂ കിട്ടി. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ടോട്ടോളജി. അപ്പൊ ഇതും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടോളജി തന്നെ കിട്ടുന്നത്. വെറുതെ ഒന്ന് ചെയ്ത് നോക്കുക, രണ്ടും ടോട്ടോളജി തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ആൻസർ വരുന്നത് ഒന്നാമത്തേതാണ്. അപ്പൊ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ തന്നെ ടോട്ടോളജി അല്ലാന്ന് തെളിഞ്ഞത് കൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടു അല്ലെ? വേഗം ആൻസർ കിട്ടി. പക്ഷെ ഇത് ലാസ്റ്റ് ആണെങ്കിൽ നമ്മൾ എല്ലാം 1 by 1 ആയിട്ട് ചെയ്ത് നോക്കിയിട്ട് ലാസ്റ്റേ ആൻസർ കിട്ടുള്ളൂ. അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സ്പീഡില് ചെയ്യാൻ വേണ്ടി നോക്കാം. അങ്ങനെയാണെങ്കിൽ അധികം സമയം സ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുമല്ലോ. അടുത്തത് നെക്സ്റ്റ് വരുന്നത് നോർമൽ ഫോം.
നോർമൽ ഫോംസ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഡെഫിനേഷൻ ഞാൻ എഴുതാം. എ മെത്തേഡ് ഓഫ് reducing a given formula to an equivalent form is called normal form. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? നോർമൽ ഫോം ഓർ കാനോണിക്കൽ ഫോം. നോർമൽ ഫോം ഓർ കാനോണിക്കൽ ഫോം എന്ന് പറയുന്നത്. A method of reducing a given formula to an equivalent form is called normal form or the canonical form. A statement formula is said to be normal form, then some conditions are there. ഇത് പഠിക്കണം. Conditions are there. A method of reducing a given formula to an equivalent form is called normal form or the canonical form. A statement formula is said to be normal form, then some conditions are there. കുറച്ച് കണ്ടീഷൻസ് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. 3 കണ്ടീഷൻസ് പാലിക്കേണ്ടതുണ്ട്. ആ കണ്ടീഷൻ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. Only three connectives, negation, intersection, union have been used. രണ്ടാമത്തേത് negation has not been used for group of letters. As a negation of P intersection Q equal to negation P union negation Q. Negation has not been used for group of letters. ഇതെല്ലാം P യും Q എല്ലാം കാണുമല്ലോ അല്ലേ? മൂന്നാമത്തേത് distributive law can be applied for parenthesis has not been used for some connectives. Where P union R union Q equal to P union R union Q. അപ്പം അതായത് നമുക്കറിയാം കാനോണിക്കൽ ഫോമിന്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ പകരം ഇങ്ങനെയാ ഉണ്ടാവുക അല്ലെ? അതുപോലെ തന്നെ distributive law can be applied for parenthesis has not been used for some connectives അല്ലെ? അപ്പം distributive law നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, തിയറി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇത് നമുക്ക് എക്സാമിന് ചോദിക്കൂല, പക്ഷെ ഇതിന്റെ പ്രോബ്ലം ചോദിക്കും അല്ലെ? ഇതിന്റെ ഫോമിലേക്ക്. അപ്പൊ ഇതിനകത്ത് ബേസിക് നോർമൽ ഫോംസ്. What are the basic normal forms? ഒന്നെന്ന് പറയുന്നത് distinctive normal form DNF. രണ്ടാമത്തേത് conjunctive normal form CNF. മൂന്നാമത്തേത് principal
disjunctive principal disjunctive normal form PDNF. നാലാമത്തേത് principal conjunctive normal form PCNF. അല്ലേ, ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് വരുന്ന നോർമൽ ഫോം. ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോം DNF, കൺജങ്ക്റ്റീവ് നോർമൽ ഫോം CNF, പ്രിൻസിപ്പൽ ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോം PDNF, പ്രിൻസിപ്പൽ കൺജങ്ക്റ്റീവ് നോർമൽ ഫോം PCNF. അപ്പൊ ഈ പേരൊന്നും കേട്ടിട്ട് പഠിക്കൊന്നും വേണ്ട, ഇങ്ങനെ ആ പേരൊക്കെ ഉള്ളൂ അല്ലെ. നമ്മൾ ആ മറ്റേ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ അകത്തെല്ലാം നമ്മൾ പഠിക്കുന്നില്ല. അതായത് പിന്നെ എന്താണ് രണ്ട് നോർമൽ ഫോം മാക്സ് ടേമും മിൻ ടേമും ഒക്കെ വെച്ചിട്ടുള്ളത്. അത് കാണുമ്പോൾ കേൾക്കുമ്പോൾ എല്ലാം മാക്സിലേക്ക് മാറ്റുക മിന്നിലേക്ക് മാറ്റുക എന്നെല്ലാം പറയുന്ന സമയത്തും ക്യാമപ്പൊക്കെ വരക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നല്ലേ. പിന്നെ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ മനസ്സിലായി ഓ ഇത് ഇത്രയൊന്നും ഇല്ല എന്നുള്ളത്. അതേപോലെ ഉള്ളൂ ഈ പേരൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വലിയ പൊലിപ്പിച്ച് കാട്ടുന്നതേ ഉള്ളൂ. ചെയ്യാൻ സിമ്പിൾ ആണ്, അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വേഗം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. DNF, CNF, PDNF ആൻഡ് PCNF. മറ്റേതിനകത്ത് പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇതിനകത്തും പറയുന്നത്. മാക്സ് ടേം മിൻ ടേം എന്നെല്ലാം പറയുന്നത് പോലെ തന്നെ ഇവിടെയും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിനകത്ത് എലിമെന്ററി പ്രോഡക്റ്റ് ആൻഡ് എലിമെന്ററി സം എന്താണെന്ന് നോക്കാം. എലിമെന്ററി പ്രോഡക്റ്റ് ആൻഡ് എലിമെന്ററി സം അല്ലെ. പ്രോഡക്റ്റും സമ്മും പ്ലസും ഡോട്ടും നമ്മൾ കൊണ്ട് യൂസ് ചെയ്യുന്നില്ലേ പ്ലസ്, അതേപോലെ തന്നെ മാക്സ് ടേമും മിൻ ടേമിന്റെ ഒക്കെ എല്ലാം പറയുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്ത് അതേപോലെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. A product of variable and its negation P, അതുപോലെ തന്നെ negation P അല്ലെ. വേരിയബിൾ ആൻഡ് ഇറ്റ്സ് നെഗേഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. P ആണെങ്കിൽ നെഗേഷൻ and its negation is called elementary product. എങ്ങനെ എഴുതാം നമുക്ക്? P ഇന്റർസെക്ഷൻ Q അല്ലെങ്കിൽ P ഇന്റർസെക്ഷൻ നെഗേഷൻ Q അല്ലെങ്കിൽ P ഇന്റർസെക്ഷൻ നെഗേഷൻ P ഇന്റർസെക്ഷൻ Q അല്ലെ. അതൊക്കെ എന്താണ്? എലിമെന്ററി പ്രോഡക്റ്റിന് എക്സാമ്പിൾ ആണ്. പ്രോഡക്റ്റ് ഓഫ് അല്ലെ, പ്രോഡക്റ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഡു അല്ലെ, അതായത് ഡോട്ട് അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ കൺജങ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രോഡക്റ്റ് ഓഫ് വേരിയബിൾ ആൻഡ് ഇറ്റ്സ് നെഗേഷൻ, വേരിയബിളും അതിന്റെ നെഗേഷൻസും. അപ്പൊ പിയും ക്യൂ ഉള്ള ഇതാണെങ്കിലാണ് നമ്മൾ പിയും നെഗേഷൻ ക്യൂ അല്ലെങ്കിൽ നെഗേഷൻ പി ഇന്റർസെക്ഷൻ ക്യൂ, അതുപോലെ തന്നെ പി ഇന്റർസെക്ഷൻ ക്യൂ അല്ലെങ്കിൽ നെഗേഷൻ പി ഇന്റർസെക്ഷൻ നെഗേഷൻ ക്യൂ അല്ലെങ്കിൽ പി ഇന്റർസെക്ഷൻ ക്യൂ, അതൊക്കെ എന്താണ് വരുന്നത്? എലിമെന്ററി പ്രോഡക്റ്റിന്റെ അകത്താണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കാം നമുക്ക്. The sum of the variable എന്ന് പറയുമ്പോൾ ഏത് വരും? ഡിസ്ജങ്ഷൻ അല്ലെ, യൂണിയൻ വരും. Sum of the variable and their negation അല്ലെ. ഇപ്പൊ നമുക്ക് തോന്നില്ലേ പണ്ട് പഠിച്ചത് ഏത് തന്നെയാണെന്നുള്ളത്? And their negation is called elementary സം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ P യൂണിയൻ Q, അതുപോലെ നെഗേഷൻ P യൂണിയൻ നെഗേഷൻ Q, അതുപോലെ തന്നെ P യൂണിയൻ നെഗേഷൻ Q അല്ലെ. അതൊക്കെ എന്താണ് വരുന്നത്? എലിമെന്ററി സമ്മിനകത്താണ് വരുന്നത്. ദാറ്റ് മീൻസ് എലിമെന്ററി പ്രോഡക്റ്റും എലിമെന്ററി സമ്മും എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. എ പ്രോഡക്റ്റ് ഓഫ് വേരിയബിൾ, പ്രോഡക്റ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺജങ്ഷനായി യൂസ് ചെയ്യും അല്ലെ. മറ്റേതിന്റെ നമ്മളിപ്പോ ഡിജിറ്റൽ ഉണ്ടാക്കാൻ നമ്മൾ ഡോട്ട് നമ്മൾ പറയുന്നില്ലേ, അതേപോലെ നമ്മളിവിടെ കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ഈ സിമ്പിൾ കൺജങ്ഷൻ ഇന്റർസെക്ഷന്റെ അല്ലെങ്കിൽ ആൻഡ് ഓപ്പറേഷന്റെ സിമ്പിൾ യൂസ് ചെയ്യണം. A product of variable and its negation is called elementary product. Example P intersection Q, P intersection negation Q, negation P intersection Q അല്ലെ. ഇപ്പൊ ഒരു R എന്ന് പറയുന്ന വേരിയബിളും കൂടെ നമ്മൾ ഇതിന്റെ അകത്ത് വരുന്നുണ്ടെങ്കിൽ P intersection Q intersection negation R അല്ലെങ്കിൽ P intersection negation Q intersection R, അതൊക്കെ വരുന്നത് എന്താണ്? എലിമെന്ററി പ്രോഡക്റ്റിന്റെ അകത്താണ് വരിക.
അതേപോലെ നമ്മൾ സം ഓഫ് വേരിയബിൾ ആൻഡ് their negation is called elementary sum. A sum of variable and their negation is called elementary sum. അതായത് സമ്മിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? യൂണിയൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അവിടെ യൂണിയൻ യൂസ് ചെയ്തിട്ടുള്ള പി യൂണിയൻ ക്യൂ, നെഗേഷൻ പി യൂണിയൻ നെഗേഷൻ ക്യൂ, അല്ലെങ്കിൽ പി യൂണിയൻ നെഗേഷൻ ക്യൂ എന്നൊക്കെ വരുന്നത് എന്താണ്? എലമെന്ററി സമ്മിനകത്താണ് വരുന്നത്. ഓക്കെ, എലമെന്ററി സമ്മിനകത്താണ് വരുന്നത്. എന്നത് ഒരു ഡിസ്ജങ്റ്റീവ് നോർമൽ ഫോം എന്താണെന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് മതിയാക്കാം. പിന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം എല്ലാം കൂടെ ഒന്നിച്ചാകുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ബുദ്ധിമുട്ടാകുന്നില്ല. ഡിസ്ജങ്റ്റീവ് നോർമൽ ഫോം എന്താണെന്ന് നോക്കാം. ഡിസ്ജങ്റ്റീവ് നോർമൽ ഫോം അപ്പൊ ഞാൻ ഇപ്പം എന്താണ് റെക്കോർഡ് ചെയ്തിട്ടാവുന്നത് കൊണ്ട് നമ്മൾ 1-2 തവണ പറയുന്നില്ല, ഒറ്റ തവണയെ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ലെങ്ത് കുറക്കാൻ പറ്റുന്നത്, വീഡിയോന്റെ ലെങ്ത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ബാക്കൗട്ട് അടിച്ചിട്ട് കണ്ടു കഴിഞ്ഞാല് പിന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ടും രണ്ടാമത് അങ്ങനെ കണ്ടിട്ടും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഒക്കെ അയക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ മുന്നിൽ ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നതെന്ന് അറിയുന്നില്ലല്ലോ. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുന്നതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട. ഗ്രൂപ്പിൽ തന്നെ ചോദിക്കുക, അല്ലെങ്കിൽ നല്ലത് പേഴ്സണലായിട്ട് അയക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും മതി. ഓക്കെ, അത് ഇപ്പൊ എക്സാം ആവാനായതുകൊണ്ട് നിങ്ങൾ കുറെ പേപ്പർ നോക്കുന്നുണ്ടാവും. അപ്പം പിന്നെ അതിൻ്റെ അകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ ചെയ്യാം, എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഡിസ്ജങ്റ്റീവ് നോർമൽ ഫോം കൂടി, അല്ലെങ്കിൽ DNF അല്ലെ, ഡിസ്ജങ്റ്റീവ് നോർമൽ ഫോം. ഡിസ്ജങ്റ്റീവ് അല്ലെ എലമെന്ററി, നമ്മളിപ്പം യൂണിയനാണ് പറയുന്നത്. അപ്പം ഇതെന്താണ് നോക്കാം നമുക്ക്. A formula is in DNF. A formula is in DNF if it is a sum of elementary product അല്ലെ. സം ഓഫ് എലമെന്ററി പ്രോഡക്റ്റ്. ഡിസ്ജങ്റ്റീവ് ആവുന്ന സമയത്താണ് പ്രോഡക്റ്റ് വരുന്നത് അല്ലെ, എലമെന്ററി പ്രോഡക്റ്റ്. ഏതിന്റെ? എലമെന്ററി പ്രോഡക്റ്റിന്റെ സം ഓഫ് എലമെന്ററി പ്രോഡക്റ്റ് അല്ലെ. SOPയും BOS നമ്മൾ പഠിപ്പിക്കുന്നില്ലേ, അതേപോലെ തന്നെ സം ഓഫ് എലമെന്ററി പ്രോഡക്റ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ P ഇന്റർസെക്ഷൻ നെഗേഷൻ Q, യൂണിയൻ Q ഇന്റർസെക്ഷൻ നെഗേഷൻ R അല്ലെ. Q ഇന്റർസെക്ഷൻ ഇന്റർസെക്ഷൻ അതായത് എന്താ? എലമെന്ററി പ്രോഡക്റ്റിന്റെ സം അല്ലേ. ഇതാണ് എന്ത്? എലമെന്ററി പ്രോഡക്റ്റ്. ഇതാണ് എന്ത്? സം ഓഫ് എലമെന്ററി പ്രോഡക്റ്റ്. സം ഓഫ് എലമെന്ററി പ്രോഡക്റ്റ്. അതാണ് ഡിസ്ജങ്റ്റീവ് നോർമൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ജങ്റ്റീവ് നോർമൽ ഫോമിന്റെ അകത്ത് എന്താ ഓർമ്മിക്കേണ്ടത് നമ്മള്? സം ഓഫ് എലമെന്ററി പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത് എലമെന്ററി പ്രോഡക്റ്റ് ആണ് അല്ലെ, ഇത് എലമെന്ററി പ്രോഡക്റ്റ് ആണ്, അതുപോലെ തന്നെ ഇതും എലമെന്ററി പ്രോഡക്റ്റ് ആണ്. അങ്ങനെ ഒന്നിലധികമുള്ള എലമെന്ററി പ്രോഡക്റ്റിന്റെ സമ്മിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഡിസ്ജങ്റ്റീവ് ഫോം യൂസ് ചെയ്ത്, അതായത് യൂണിയൻ യൂസ് ചെയ്തിട്ടുള്ളത് സമ്മിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കൺജങ്റ്റീവ് ആണെങ്കിലോ നേരെ തിരിച്ചു വരും അല്ലെ. പ്രോഡക്റ്റ് ഓഫ് എലമെന്ററി സം വരും. പ്രോഡക്റ്റ് ഓഫ് എലമെന്ററി സം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നമുക്ക് എല്ലാം കൂടി പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആകുന്നില്ല. അപ്പൊ ഡിസ്ജങ്റ്റീവ് നോർമൽ ഫോം അല്ലെങ്കിൽ DNF എന്ന് പറഞ്ഞാൽ എന്താ? എ ഫോർമുല ഈസ് ഇൻ ഡിസ്ജങ്റ്റീവ് നോർമൽ ഫോം DNF if it is a sum of elementary product. അതൊന്ന് ഓർത്ത് വെക്കണം. അതിന് ഒരു എക്സാമ്പിൾ, 1-2 എക്സാമ്പിൾ. ഓക്കെ.